പന്തിന്റെ ചലനത്തിൽ കാണികളുടെ ആരവവും ആവേശവും നിറയുന്ന ഫുട്ബോൾ മൈതാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ പന്ത് കൊണ്ട് തീർക്കുന്ന വിസ്മയം അദ്ദേഹത്തെ അതുല്യനാക്കുകയാണ്. ഫഞ്ചാലിന്റെ ഉരുളൻ തെരുവുകളിൽ നിന്ന് യൂറോപ്പിലെ ഭീമാകാരമായ സ്റ്റേഡിയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര അർപ്പണബോധത്തിന്റെയും കഴിവിന്റെയും വിജയത്തിനായുള്ള അടങ്ങാത്ത ദാഹത്തിന്റെയും കഥയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിലേക്ക് സ്വാഗതം. 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ മദീറയിലെ ഫഞ്ചാലിൽ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യകാല ജീവിതം ഫുട്ബോളിനോടുള്ള അഭിനിവേശവും തന്റെ ജീവിത സാഹചര്യങ്ങളെക്കാൾ മുകളിൽ ഉയരുവാനുള്ള അടങ്ങാത്ത നിശ്ചയദാർഢ്യമുള്ളതുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ജോസ് ഡിനീസ് അവീറോ പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബായ അൻഡോറിഹയിൽ കിറ്റ്മാനും ഉപകരണങ്ങളുടെ മാനേജറുമായിരുന്നു. ഇത് റൊണാൾഡോയുടെ കായിക രംഗത്തെ ആദ്യകാല താല്പര്യത്തിന് കാരണമായി. അമ്മ മരിയ ഡോളറസ് ഡോസ് സാന്റോസ് അവീറോ പാചകക്കാരിയായും ക്ലീനിംഗ് ലേഡിയായും ജോലി ചെയ്തിരുന്നു. തന്റെ വളർച്ചയിലും കരിയറിലും കുടുംബത്തിന്റെ ശക്തമായിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് റൊണാൾഡോ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഫുട്ബോൾ മൈതാനത്ത് അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്ന ആളായിരുന്നു റൊണാൾഡോ. പ്രാദേശിക ക്ലബ്ബായ അൻഡോറിൻഹയുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രകടനങ്ങൾ പോർച്ചുഗലിലെ മികച്ച ഫുട്ബോൾ അക്കാദമികളിലൊന്നായ സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അങ്ങനെ 12-ാം വയസ്സിൽ റൊണാൾഡോ തന്റെ കുടുംബവും ജന്മനാടും ഉപേക്ഷിച്ചുകൊണ്ട് സ്പോർട്ടിംഗ് ലിസ്ബണിൽ ചേർന്നു. അവിടെ തന്റെ കഴിവുകൾ വികസിപ്പിക്കുകയും ഭാവി വാഗ്ദാനമായ ഒരു യുവ പ്രതിഭയായി വളരുകയും ചെയ്തു. സ്പോർട്ടിംഗ് ലിസ്ബണിലേക്കുള്ള നീക്കം റൊണാൾഡോയുടെ ഔപചാരിക ഫുട്ബോൾ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. തുടർന്നുള്ള ശ്രദ്ധേയമായ കരിയറിന് അദ്ദേഹം അടിത്തറയിട്ടത് ഇവിടെയാണ്. റൊണാൾഡോയുടെ അസാധാരണമായ ഡ്രിബ്ലിംഗ്, ഗോൾ സ്കോറിംഗ് കഴിവ്, പ്രവർത്തന നൈതികത എന്നിവ ഈ പ്രാരംഭഘട്ടത്തിൽ പോലും അദ്ദേഹം വേറിട്ട് നിർത്തി. പിച്ചിലെ റൊണാൾഡോയുടെ മികവ് വലിയ ക്ലബ്ബുകളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിച്ചു. 2003 18-ാം വയസ്സിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ ടീമിലെത്തിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഐക്കോണിക് ചുവന്ന ജേഴ്സി അണിഞ്ഞതോടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേരിൽ ലോക ഫുട്ബോളിൽ ശ്രദ്ധേയമാകുന്നത്. ഓൾഡ് ട്രാഫോർഡിലെ അദ്ദേഹത്തിന്റെ ആദ്യ നാളുകൾ ആരാധകർക്ക് വികാരങ്ങളുടെ ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു. ഒരു കൗമാരക്കാരന്റെ എല്ലാ ദൗർലഭ്യങ്ങളും ഉണ്ടായിരുന്ന റൊണാൾഡോ സർ അലക്സ് ഫെർഗസന്റെ മാർഗനിർദ്ദേശത്തിൽ ഒരു പ്രതിഭയായി രൂപാന്തരപ്പെട്ടിരുന്നു. സർ അലക്സ് ഫെർഗസന്റെ ചിറകിന് കീഴിൽ റൊണാൾഡോ ഒരു പരിവർത്തന കാലഘട്ടത്തിന് വിധേയനായി. 2007-8 സീസണിൽ റെഡ് ഡെവിൾസിന് വേണ്ടി പ്രീമിയർ ലീഗ് കിരീടവും യുവേഫ ചാമ്പ്യൻസ് ലീഗും ഉറപ്പാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചതിനാൽ 2007-8 സീസണിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോണായി നിലകൊള്ളുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉയർച്ചയെ അടയാളപ്പെടുത്തുന്ന ബാലൻ ഡി ഓറിൽ ആദ്യമായി ചുംബിക്കുന്നത് ഈ സീസണിലാണ്. 2009 ട്രാൻസ്ഫർ ഫുട്ബോൾ ചരിത്രത്തിലെ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് സാന്റിയാഗോ ബെർണബ്യൂവിലേക്ക് നടത്തിയ നീക്കം റൊണാൾഡോയ്ക്കും ക്ലബിനും ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റയൽ മാഡ്രിഡുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ മികച്ച കരിയറെയും ക്ലബിന്റെ ചരിത്രത്തിലെയും ഒരു നിർണായക അസാധ്യമായി ഇന്നും നിലകൊള്ളുകയാണ്. ലോസ് ബ്ലാങ്കോസിനൊപ്പം 9 സീസണുകളിൽ റൊണാൾഡോ അത്ഭുതപൂർവമായ വിജയങ്ങളും നേടി റയൽ മാഡ്രിഡിന്റെ പാരമ്പര്യത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. അമാനുഷികമായ പ്രകടനങ്ങൾ റൊണാൾഡോ സ്ഥിരതയോടെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. തന്റെ ട്രേഡ്മാർക്ക് ഫ്രീ കിക്കുകൾ മുതൽ ശക്തമായ ഹെഡറുകൾ വരെ റയൽ മാഡ്രിഡിന്റെ ആഭ്യന്തര അന്തർദേശീയ മത്സരങ്ങളിൽ മഹത്വം നേടിയെടുക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചു. മറ്റ് ഐക്കോണിക് കളിക്കാർക്കൊപ്പം 5 സീസണുകളിലായി 4 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഉറപ്പാക്കുവാൻ റൊണാൾഡോയ്ക്ക് സാധിച്ചു. റൊണാൾഡോ തന്റെ മാഡ്രിഡ് കാലത്ത് 1-ലധികം ബാലൻ ഡി ഓൾ പുരസ്കാരങ്ങൾ നേടി. വിജയത്തിനായുള്ള അടങ്ങാത്ത ആഗ്രഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ അശ്രാന്തമായ പ്രവർത്തന നൈതികതയും ഐക്കോണിക് വൈറ്റ് ജേഴ്സിയിൽ ഉണ്ടായിരുന്ന സമയത്ത് റയൽ മാഡ്രിഡിന്റെ മികവ് പിന്തുടരുന്നതിന്റെ പ്രത്യേകമായി മാറി. പിച്ചിന് പുറത്ത് റൊണാൾഡോയുടെ സ്വാധീനം ഫുട്ബോളിനും അപ്പുറത്തേക്ക് വ്യാപിച്ചു. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം, പ്രൊഫഷണലിസം, ക്ലബിനോടുള്ള പ്രതിബദ്ധത എന്നിവ ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി മാറ്റി. റൊണാൾഡോയും മാഡ്രിഡിലെ വിശ്വസ്തരും തമ്മിലുള്ള ബന്ധം സ്ഥിതിവിവര കണക്കുകൾക്ക് അതീതമാണ്. തിളക്കത്തിന്റെ നിമിഷങ്ങളാലും പങ്കിട്ട വിജയങ്ങളാലും ഊർജിതമായ ഒരു ബന്ധമായിരുന്നു അത്. ലയണൽ മെസ്സിയുമായുള്ള കടുത്ത മത്സരം 2 കളിക്കാരെയും അത്ഭുതപൂർവമായ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. ആഗോള പ്രേക്ഷകരെ ആകർഷിക്കുകയും ഫുട്ബോൾ ചരിത്രത്തിന്റെ താളുകളിൽ അവരുടെ പേരുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. 2018 റൊണാൾഡോ യുവന്റസ്
മാഡ്രിഡിലേക്ക് ചേക്കേറിയതോടെ കഥയ്ക്ക് അപ്രതീക്ഷിത വഴിത്തിരിവുണ്ടായി. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ റയൽ മാഡ്രിഡ് പിന്തുണക്കാരുടെ ഹൃദയങ്ങളിൽ ഒരു ശൂന്യത സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ച പാരമ്പര്യം ക്ലബിന്റെ ചരിത്രത്തിൽ അവിഭാജ്യ ഘടകമായി തുടർന്നു. റയൽ മാഡ്രിഡിലെ റൊണാൾഡോ യുഗം അത്ഭുതപൂർവമായ വിജയത്തിന്റെ കാലഘട്ടമായി എന്നേക്കുമായി ഓർമ്മിപ്പിക്കപ്പെടും. അവിടെ ഒരു ഫുട്ബോൾ ടൈറ്റനും ഒരു ഇതിഹാസ ക്ലബും ഒരുമിച്ച് മഹത്വം കൈവരിക്കുകയായിരുന്നു. ഈ ദിവസം അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ തിരിഞ്ഞുനോട്ടം ഇവിടെ പൂർണ്ണമാകുന്നു.